തിയറം പോലെ തന്നെ വരുന്ന മറ്റൊരു തിയറാണ് സ്റ്റോക്സ് തിയറം. ഗ്രീൻസ് തിയറം ഇൻ പ്ലെയിൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ ഗ്രീൻസ് തിയറം ഇൻ 3 ഡയമെൻഷൻ, അതാണ് സ്റ്റോക്സ് തിയറം. അപ്പൊ എന്തായിരുന്നു ഗ്രീൻസ് തിയറം ഇൻ പ്ലെയിൻ? സി എന്നുള്ളത് ഒരു പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവും ഒരു കണക്റ്റഡ് റീജിയൻ ആർ എന്നുള്ള റീജിയനിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? ലൈൻ ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. ഡബിൾ ഇന്റഗ്രൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് 2 ഡയമെൻഷനിൽ വരുന്ന ഗ്രീൻസ് തിയറം അല്ലെ. അതിന് തന്നെ നമ്മൾ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 3 ഡയമെൻഷനിൽ വരുന്ന ഗ്രീൻസ് തിയറം ആണ് എന്ത്? സ്റ്റോക്സ് തിയറം. അതായത് സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ ഇത് 3 ഡയമെൻഷണൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നമ്മൾ വെക്റ്റർ ഫോമിൽ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് നമ്മൾ വെക്റ്റർ ഫോമിൽ പറഞ്ഞത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലെ. എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇത് ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെ ആയിരുന്നു. അതുപോലെ തന്നെ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലായിരുന്നു ഇത് വരുന്നത്. അതായത് ഇന്റഗ്രൽ ഓവർ സി ക്ലോസ്ഡ് കർവ് എന്നുള്ളതാണ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. ഇതെന്തായിരുന്നു? കേൾ എഫ് ആയിരുന്നു അല്ലെ. കേൾ എഫ് ഡോട്ട് കെ ആണെന്ന് കിട്ടിയത്. അപ്പൊ ഇവിടെ ഈ കേൾ എഫ് എന്തായിരുന്നു? കേൾ എഫ് എന്ന് പറഞ്ഞാല് ഡെൽ ക്രോസ് എഫ് ആയിരുന്നു അല്ലെ. ഡെൽ ക്രോസ് എഫ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് പി ക്യൂ ആർ അല്ലെ. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഡെൽ ക്രോസ് എഫ് ഒരു ഡോട്ട് കെ, ഇത് കെ ആണ് വന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കേൾ എഫ് ഡോട്ട് കെ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ വെക്റ്റർ ഫോം വരുന്നത്. ഇനി സ്റ്റോക്സ് തിയറം എന്ന് പറയുമ്പോഴേക്കും 3 ഡയമെൻഷനിലേക്കായി അല്ലെ. ഏരിയ എന്തായിട്ട് മാറി? ഡി എന്നുള്ളത് ഡി എസ് എന്നുള്ള സർഫസ് ആയിട്ട് മാറി അല്ലെ. റീജിയൻ കൺവേർട്ട് ചെയ്തിട്ട് എസ് എന്നുള്ള സർഫസ് ആയിട്ട് മാറി. അപ്പൊ അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റോക്സ് തിയറത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്ക്. Let S be a piecewise smooth orientable surface bounded by a piecewise smooth simple closed curve C. That f of xyz is equal to p of xyz I plus q of xyz j plus r of xyz k. Be a vector field for which p, q and r are continuous and have continuous first partial derivatives in a region of 3 space containing S. If C is traversed in the positive direction, then integral over c f dot dr is equal to integral over c f dot t ds equal to double integral over s curl f dot n ds, where n is the unit normal to s in the direction of orientation of s. അപ്പോൾ നമ്മൾ ഇത് 3 ഡയമെൻഷനിലുള്ള ഗ്രീൻസ് തിയറം ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത്രയും ചേഞ്ച് തന്നെ ഇവിടെ വരുന്നുള്ളൂ. 3 ഡയമെൻഷനിലാവുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? റീജിയൻ മാറിയിട്ട് സർഫസ് ആവും അല്ലെ. എസ് ബി എ പീസ് വൈസ് സ്മൂത്ത് ഓറിയന്റബിൾ സർഫസ് ആണ് ബൗണ്ടഡ് ബൈ എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ്. അവിടെയും പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആയിരുന്നു. എഫ് എന്നുള്ളതാണ് എന്താണ്? ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. ഇവിടെ കെ കമ്പോണന്റ് കൂടെ എക്സ്ട്രാ വന്നു അല്ലെ. ഐ ജെ കെ എന്നുള്ള കമ്പോണന്റ് സെഡ് എന്നുള്ളൊരു വേരിയബിള് എക്സ്ട്രാ ഉണ്ടായിരിക്കും, കെ കമ്പോണന്റ് ഉണ്ടായിരിക്കും. അതെന്താണ്? ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. ഫോർ വിച്ച് പി, ക്യൂ ആൻഡ് ആർ ആ മൂന്നും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. എവിടെ? ആ ഒരു 3 സ്പേസിനകത്ത് ഇതിന്റെ റീജിയൻ ഓഫ് 3 സ്പേസ് കണ്ടെയ്നിങ് എസ്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു റീജിയന്റെ അകത്ത് കണ്ടിന്യൂസ് പിയും ക്യൂവും ആറും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ തന്നെയായിരുന്നു ഗ്രീൻസ് തിയറം നമ്മൾ 2 ഡയമെൻഷനിൽ പറഞ്ഞത് അല്ലെ. പ്ലെയിനിലായാലും പി ക്യൂ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആ റീജിയന്റെ അകത്ത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലെ. Then എന്താ പറയുന്നത്? If C is traversed in the positive direction, C എന്നുള്ളത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? പോസിറ്റീവ് ഡയറക്ഷൻ ആണ് അല്ലെ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അവിടുത്തെ പോലെ തന്നെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിനെ നമുക്ക് എന്ത് കൊടുക്കാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. ഇവിടെ ടി എന്താണ്? ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. ടാൻജന്റ് വെക്ടറിൽ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? ടി ഓഫ് ടി എന്നുള്ള ഒരു വേരിയബിളില് t is equal to r dash divided by norm r dash of t എന്നുള്ള t എന്നുള്ള ഒരു വേരിയബിൾ അങ്ങനെ എഴുതുവായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ dr ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? t ds കൊടുക്കാം അല്ലെ. ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ s എന്നാണ് അല്ലെ. സർഫസ് കേൾ ഓഫ് ഡോട്ട് n ds.
ഇവിടെ n എന്തുകൊണ്ടാണ് വരുന്നത്? എന്നുള്ള എന്താണ്? വേറെ n is the unit normal to s ആണ് അല്ലേ? ഇവിടെ ഈ കേൾ ഓഫ് ഡോട്ട് n എന്നുള്ളത് കേൾ ഓഫ് ഡോട്ട് n ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? n is the unit normal to s ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു എസിന്റെ ഓറിയന്റേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഓറിയന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോസിറ്റീവ്, അതായത് അപ്വേർഡ് ഓറിയന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ കെ പോസിറ്റീവ് ആണെന്നും ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? നെഗറ്റീവ് ആണെന്ന് അല്ലേ? അപ്പൊ നമുക്ക് ആ കെ എന്നുള്ളത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കേൾ ഓഫ് ഡോട്ട് കെ എന്നുള്ളത് ഇങ്ങനെയായിരുന്നു നമ്മൾ 2 ഡയമെൻഷനിൽ പറഞ്ഞില്ലേ? ആ കെ എന്നുള്ളത് എന്താ എഴുതാം? യൂണിറ്റ് നോർമൽ വെക്ടർ കൊടുക്കാൻ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് ചേഞ്ച് ചെയ്തത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീൻസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്തിരുന്ന പോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തന്നെയാണ് സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്ക്. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ ദ വെക്റ്റർ ഫീൽഡ് എഫ് ഇസ് ഈക്വൽ ടു 2zi plus 3xj plus 5yk, taking s to be the portion of the paraboloid z is equal to 4 minus x square minus y square, for which z greater than or equal to 0 with upward orientation. Upward orientation ഏതാണ്? upward, and seek to be the positively oriented circle x square plus y square equal to 4 that forms the boundary of s in the xy plane. അപ്പോൾ നമുക്ക് വെരിഫൈ സ്റ്റോക്സ് തിയറം ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ദെൻ ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അതായത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ്. ഇത് പ്രൂവ് ചെയ്യണം. നമുക്ക് ആദ്യം ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ സി എന്താ തന്നിട്ടുണ്ട്? സി ടു ബി ദ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ x square plus y square equal to 4 that forms the boundary of s. s എന്നുള്ള സർഫസിന്റെ ബൗണ്ടറി ആണ് അല്ലേ? s എന്താണ്? is the portion of the paraboloid ആണ്. paraboloid വരെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? paraboloid എന്ന് പറഞ്ഞാൽ portion of the paraboloid x square plus y square equal to ഇങ്ങനെയാണ്. ഇവിടെ z axis ആണെന്നുണ്ടെങ്കിൽ x square plus y square 4 minus x square minus y square എന്നുള്ളതാണ് പരാബോളോയിഡ് വരുന്നത്. ഫോർ വിച്ച് അപ്വേർഡ് ഓറിയന്റേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്താൽ മതി? n ആയിട്ട് തന്നെ അല്ലേ? അതായത് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് n ചൂസ് ചെയ്യണം. അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. അതായത് k കമ്പോണന്റ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം ഡൗൺവേർഡ് ആകുമ്പോൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം എഫ് തന്നിട്ടുണ്ട് ഡി ആർ. സി എന്താണ്? സി ഇസ് എ സർക്കിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്താണ്? x is equal to a cos t അല്ലേ? ഇവിടെ a എന്ന് പറഞ്ഞാൽ 2 ആണ്. x square plus y square equal to 2 square എന്നുള്ള സർക്കിൾ ആണ്. അപ്പൊ a എന്താ വരുന്നത്? 2 cos t and y is equal to 2 sin t. z is equal to 0 ആണ്. then ഇവിടെ t varies from 0 to 2 അല്ലേ? 2 റൊട്ടേഷൻ, കംപ്ലീറ്റ് റൊട്ടേഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് ലൈൻ ഇന്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഓവർ 0 to 2 എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ തന്നിട്ടുണ്ട്? നമുക്ക് 2zi പ്ലസ് 3xj പ്ലസ് 5yk ഡോട്ട് ഡി ആർ അല്ലേ? ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ ടി അല്ലേ? അതുപോലെ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 cos t എന്ന് വരും. then dz എന്താ വരും? dz is equal to 0 ആണ് അല്ലേ? dr ആണ് അല്ലേ? dr എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുക? dxi plus dyj ആണ്. dx എന്ന് പറഞ്ഞാൽ മൈനസ് 2 sin t i പ്ലസ് 2 cos t പ്ലസ് 0 എന്ന് വരും. k കമ്പോണന്റ് 0 ആണ്. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക അല്ലേ? അപ്പൊ എന്തൊരു i കമ്പോണന്റ് ചെയ്യുമ്പോൾ 2z 2 മൈനസ് ഉണ്ട് അല്ലേ? മൈനസ് 2 എന്ന് വരും ഇൻറ്റു 2 sin t പ്ലസ് ഇതൊരു 3x ഇൻറ്റു 2 cos t പ്ലസ് 5y ഇൻറ്റു 0 എന്ന് വരും. 5y ഇൻറ്റു 0 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇതെന്ത് വരും? മൈനസ് 4z sin t പ്ലസ് x cos t എന്ന് വരും പ്ലസ്
ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 പൈ. ഇവിടെ -4 z എന്താണ്, z 0 ആണ് അല്ലേ, അപ്പൊ ഈ ടേം പോയി. പ്ലസ് 6x കോസ് ടി എന്ന് വരിക. x എന്താണ്, x എന്ന് പറഞ്ഞാൽ 2 കോസ് ടി ആണ്. അപ്പൊ എന്തൊരു 6 2 കോസ് ടി ഇൻറ്റു കോസ് ടി എന്നുണ്ടാവും അല്ലേ, ഡി ടി എന്ന് എഴുതും അല്ലേ. ഇതെന്ന് എന്തെഴുതാം, 12 cos square t dt എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 പൈ 12 cos square t dt എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, cos square t ക്ക് നമുക്ക് എന്ത് എഴുതാം, 1 plus cos 2t by 2 എന്ന് കൊടുക്കാം. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 12 കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ 0 to 2 പൈ cos square t ക്ക് എന്ത് കൊടുക്കാം, 1 plus cos 2t by 2 എന്ന് എഴുതാം. dt എന്ന് എഴുതാം അല്ലേ. ആ 12 2 ഇങ്ങോട്ട് പോകുമ്പോൾ 6 ആകും. 6 ഇന്റഗ്രൽ 0 to 2 പൈ 1 plus cos 2t dt. ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 6 ഇൻറ്റു ഫസ്റ്റ് എക്സിനെ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t പ്ലസ് cos 2tന്റെ ഇന്റഗ്രൽ എന്താ വരിക, sin 2t by 2 0 to 2 പൈ എന്ന് എഴുതാം. ഈക്വൽ ടു 6 ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 2 പൈ പ്ലസ് സൈൻ 2 പൈ ബൈ 2 എന്ന് വരും അല്ലേ. സൈൻ 2 പൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 പൈ എന്ന് പറഞ്ഞാൽ n പൈകളൊക്കെ 0 ആണ്. ദാറ്റ് ഈസ് 2 പൈ എന്ന് തന്നെ വരും. ദെൻ -0 ലോവർ ലിമിറ്റ് -0 ആണ് വരുന്നത്. അപ്പോൾ 12 പൈ എന്ന് വരും. 12 പൈ ആണ് എന്ത് വരുന്നത്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. ലൈൻ ഇന്റഗ്രൽ വരുന്നത് 12 പൈ ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനും സെയിം 12 പൈ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഇനി ഡബിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഡബിൾ ഇന്റഗ്രൽ എന്തൊക്കെയാണ് വേണ്ടത്, കേൾ എഫ് ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കേൾ എഫും കാൽക്കുലേറ്റ് ചെയ്യണം. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. അപ്പൊ കേൾ എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ് അല്ലേ. ഡെൽ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് പി ക്യു ആർ എന്നാണ് അല്ലേ. ഇവിടെ പി എന്താ വരുന്നത്, പി എന്ന് പറഞ്ഞാൽ 2z, ക്യൂ എന്ന് പറഞ്ഞാൽ 3x അല്ലേ. 2z 3x 5y ഓക്കെ ഈക്വൽ ടു ഐ ഇൻറ്റു ഫസ്റ്റ് എന്ത് വരും, ഡോ ബൈ ഡോ വൈ ഓഫ് 5y മൈനസ് 3 ഡാം ആയിരിക്കും അല്ലേ. ഡോ ബൈ ഡോ വൈ ഓഫ് 5y മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3x മൈനസ് ജെ ഇൻറ്റു നെക്സ്റ്റ് ടേം എന്ത് വരും, ഡോ ബൈ ഡോ എക്സ് ഓഫ് 5y മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 2z പ്ലസ് കെ ഇൻറ്റു അടുത്ത കമ്പോണന്റ് എന്താ വരിക, ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2z അല്ലേ ഈക്വൽ ടു ഐ ഇൻറ്റു ഇവിടെ എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം എന്തൊരു 5 വരും അല്ലേ. 5 ഇതെന്താണ് 0 ആയി പോകും. മൈനസ് ജെ ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സിലാണ്, അപ്പോൾ അത് 0 ആയി പോകും. ദെൻ അവിടെ എന്തുണ്ട്, ഒരു 2z ഉണ്ട് അല്ലേ, അപ്പോൾ എന്തായി പോകും മൈനസ് 2 വരും. പ്ലസ് കെ ഇൻറ്റു ഇവിടെ എങ്ങനെ എഴുതാം, വിത്ത് റെസ്പെക്ട് എക്സിലാവുമ്പോൾ 3 ഉണ്ടായിരിക്കും, മറ്റേത് എന്തായി പോകും 0 ആയി പോകും അല്ലേ. ഈക്വൽ ടു 5i പ്ലസ് 2j പ്ലസ് 3k. ഇതാണ് എന്ത് വരുന്നത്, ഡെൽ ക്രോസ് എഫ് വരുന്നത്. ദാറ്റ് ഈസ് കേൾ എഫ്. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 5i പ്ലസ് 2j പ്ലസ് 3k എന്ന് വരും അല്ലേ. അപ്പോൾ ഇത്രയും കേൾ എഫ് കിട്ടി. ഇനി എന്ത് കിട്ടണം, നമുക്ക് എന്നുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമുക്ക് തന്നിരുന്നത് ഇതൊരു പരാബോളോയിഡിന്റെ പോർഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നോൺ ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് ജി ഡിവൈഡഡ് ബൈ അതിന്റെ നോം എടുക്കുക. അപ്പോൾ നമുക്ക് എൻ കിട്ടും. ഇവിടെ പോസിറ്റീവ് ഓറിയന്റേഷൻ ആണെന്ന് പറഞ്ഞതുകൊണ്ട് എൻ അങ്ങനെ തന്നെ എടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്നും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ സർഫസിന്റെ ലിമിറ്റ് അറിയണം. ലിമിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റിലാണോ അതോ പോളാർ കോർഡിനേറ്റിലാണോ ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. കേൾ എഫ് കിട്ടി അല്ലേ. ഇനി എൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കേൾ എഫ് എന്താ കിട്ടിയത്, കേൾ എഫ് ഇസ് ഈക്വൽ ടു 5i പ്ലസ് 2j പ്ലസ് 3k.
ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, n കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. n കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു g എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് g of xyz. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, g of xyz is equal to z plus x square plus y square minus 4 is equal to 0. കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. del g എന്ന് പറഞ്ഞാൽ എന്ത് വരും, dou g by dou x I plus dou g by dou y j plus dou g by dou z k. That is equal to, ഇതിനെ ആദ്യം എന്ത് ചെയ്യും, റെസ്പെക്ട് എക്സിൽ ചെയ്യുമ്പോൾ എന്ത് വരും, 2x I plus 2y j plus k എന്ന് വരും അല്ലേ. z k ആണ്. then norm del g എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുക്കാം, റൂട്ട് ഓഫ് 2x whole square plus 2y whole square plus 1 square എന്ന് വരും അല്ലേ. that is എന്ത് വരും, 4x square plus 4y square plus 1 വരും. അതാണ് norm del g എന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം, n is equal to del g divided by norm del g, that is 2x I plus 2y j plus k divided by root of 4x square plus 4y square plus 1 എഴുതാം. അപ്പോൾ n കിട്ടിയില്ലേ. ഇനി കേൾ ഓഫ് ഡോട്ട് n കാണാം. കേൾ ഓഫ് ഡോട്ട് n എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം, കേൾ ഓഫ് എന്താണ്, 5i plus 2j plus 3k dot n അല്ലേ. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇവിടെ i കമ്പോണന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x പ്ലസ് അടുത്തത് വരും 4y പ്ലസ് 3 എന്ന് വരില്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1 എഴുതാം. ദാറ്റ് ഈസ് എങ്ങനെ വരും, ദ കേൾ ഓഫ് ഡോട്ട് n is equal to 10x plus 4y പ്ലസ് എന്ത് വരും, 3 അല്ലേ, 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടി, കേൾ ഓഫ് ഡോട്ട് n കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് കേൾ ഓഫ് ഡോട്ട് n കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എസ് എന്നുള്ള ആ ഒരു സർഫസ് ഇന്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കുലറിലാണോ അതോ പോളാറിലാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പരാബോളോയിഡ് എങ്ങനെയായിരുന്നു, പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഏകദേശം ഒരു പിക്ചർ വന്നില്ലേ. അപ്പോൾ പരാബോളോയിഡിനെ നമ്മൾ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പരാബോളോയിഡിന്റെ ബൗണ്ടറി അല്ലെ, ആ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സർക്കിൾ ആയിരിക്കും. സർക്കിൾ എന്തായിരിക്കും, നമുക്ക് 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ആയിട്ടാണ് കാണാം അല്ലേ. സർക്കിളിന്റെ റേഡിയസ് എന്താണ്, 2 റേഡിയസ് ഉള്ള x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള ഒരു സർക്കിൾ ആണ്. സർക്കിൾ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, പോളാർ കോർഡിനേറ്റിൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. അതാവുമ്പോൾ നമുക്ക് ആറിന്റെയും തീറ്റന്റെയും വാല്യൂ, ആർ എന്ന് പറഞ്ഞാൽ 0 to 2 വരെ ആയിരിക്കും വാല്യൂ ചെയ്യുന്നത്, തീറ്റ എന്ന് പറഞ്ഞാൽ 2π റൊട്ടേഷനിലാവുകൊണ്ട് 0 to 2π അത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കേൾ ഓഫ് ഡോട്ട് n ds that is equal to double integral over s കേൾ ഓഫ് ഡോട്ട് n എന്തായിരുന്നു കിട്ടി, 10x plus 4y plus 3 divided by root of 4x square plus 4y square plus 1 ds ഉണ്ട് അല്ലേ. ds ഇവിടെ ds എന്ന് പറഞ്ഞാൽ എന്താണ്, ds എന്ന് പറഞ്ഞാൽ നമ്മൾ xy പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും, ds എന്ന് പറഞ്ഞാൽ is equal to root of 1 plus fx of xy whole square plus fy of xy whole square എന്ന് വരും അല്ലേ. dx da എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ f എന്തായിരുന്നു, f of x എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു z is equal to f of xy എന്നുള്ള ഫോമിലാണ് നമ്മൾ എഴുതുക അല്ലേ. z is equal to എന്താണെന്നുള്ളത് 4 minus x square minus y square ആണ്. അപ്പോൾ നമുക്ക് fx എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, fx of xy എന്ന് പറഞ്ഞാൽ minus 2x ആണ്. then fy of xy എന്ന് പറഞ്ഞാൽ എന്താണ്, minus 2y ആണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ds കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇതിന് ds എങ്ങനെ എഴുതാം, ds is equal to root of 1 plus fx എന്തായിരുന്നു, minus 2x whole square plus minus 2y whole square അല്ലേ. that is root of 1 plus 4x square plus 4y square വരും. അപ്പോൾ ds കിട്ടി എന്താണ്, root of 1 plus 4x square plus 4y square. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ dsഉം ഇതും സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും. ഈക്വൽ ടു ഇതിനെന്ത് എഴുതാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ആയിട്ട് മാറി അല്ലേ. റീജിയൻ എസിനെ നമ്മൾ 2 ഡയമെൻഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് റീജിയൻ സർഫസ് റീജിയൻ എന്തായിട്ട് മാറിയിട്ടുണ്ട്, അപ്പം
സർക്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തെഴുതാം? 10x plus 4y plus 3 divided by root of 4x square plus 4y square plus 1 into ds. എന്താ കിട്ടിയത് നമുക്ക്? സെയിം ഇത് തന്നെ ആയിരുന്നു അല്ലേ? റൂട്ട് ഓഫ് 4x square plus 4y square plus 1. അപ്പൊ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r 10x plus 4y plus 3dA. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് r വാരീസ് ഫ്രം 0 to 2 അല്ലേ? അങ്ങനെ നമുക്ക് ഇവിടെ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ 2 സ്ക്വയർ എന്നുള്ള സർക്കിളാണ്. ദെൻ തീറ്റ വാരീസ് ഫ്രം എങ്ങനെ എഴുതാം? 0 to 2π എന്ന് എഴുതാം. അപ്പോൾ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈക്വൽ ടു എങ്ങനെ എഴുതണം? ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to 2 ഇത് അല്ലേ? അതായത് 10x plus 4y plus 3 ഡിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? r dr d തീറ്റ. എപ്പോഴും നമ്മൾ ഓർക്കണം പോളാർ കോർഡിനേറ്റിലാകുമ്പോൾ ഒരു r എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? r dr d തീറ്റ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? r dr d തീറ്റ പറഞ്ഞാൽ ഇവിടെ എക്സിന്റെയും വൈന്റെയും പ്ലേസിൽ എന്ത് കൊടുക്കണം? പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എക്സിന് എന്ത് കൊടുക്കണം? r cos തീറ്റ ആൻഡ് വൈക്ക് എന്ത് കൊടുക്കണം? r sin തീറ്റ. ഇപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് വരും? 10 എന്ത് വരും? r cos തീറ്റ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 10 r എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? r cos തീറ്റ പ്ലസ് 4 വൈന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? r sin തീറ്റ പ്ലസ് 3 ഡിന്റെ പ്ലേസിൽ r dr d തീറ്റ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 12π ആണ് ആൻസർ വരുന്നത് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഇത് സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ലൈൻ ഇന്റഗ്രലിന്റെയും ഡബിൾ ഇന്റഗ്രലിന്റെയും ആൻസർ എന്താണ്? സെയിം ആണ് കിട്ടും. നമുക്ക് ലൈൻ ഇന്റഗ്രൽ 12π ആണ് കിട്ടിയത്. അപ്പൊ ഇത് തന്നെയാണ് വരുന്നത് നോക്കാം. ഈക്വൽ ടു എന്താ? ഇന്റഗ്രൽ 0 to 2π. ഇവിടെ ഒരു ഇന്റഗ്രൽ 0 to 2 അവിടെ ഒരു r ഉണ്ട് അല്ലേ? ആ r-നുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തരും 10r square cos തീറ്റ പ്ലസ് 4r square sin തീറ്റ പ്ലസ് 3r എന്ന് വരും അല്ലേ? 10r square cos തീറ്റ പ്ലസ് 4r square sin തീറ്റ പ്ലസ് 3r dr d തീറ്റ അല്ലേ? ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? r-ൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 10r³ cos തീറ്റ 10r³ cos തീറ്റ ബൈ 3 എന്ന് വരും. പ്ലസ് 4r³ sin തീറ്റ ബൈ 3 പ്ലസ് 3r square ബൈ 2 എന്ന് വരും. ഓക്കെ, വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് 0 to 2 d തീറ്റ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π. ഇവിടെ r³ ആണ് അല്ലേ? അപ്പൊ 2³ എന്ന് വരും. അതായത് 10 into 2³ by 3 18/3 cos തീറ്റ പ്ലസ് അടുത്ത എന്താ വരുന്നത്? 4 into 2³ by 3 എന്നാണ് അല്ലേ? അപ്പൊ ഈ 2 അല്ലേ? 32/3 sin തീറ്റ പ്ലസ് എന്താ പറയുക? 3 into 2 സ്ക്വയർ അല്ലേ? അപ്പൊ 3 into 4 എന്ന് വരും. 12/2 എന്ന് വരും. അതായത് 6 എന്ന് വരും. ഇത് ലോവർ ലിമിറ്റ് എന്താണ്? 0 തന്നെയാണ്. d തീറ്റ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് തീറ്റയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്ത് വരും? 80/3 cos തീറ്റന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? sin തീറ്റ അല്ലെ? പ്ലസ് 32/3 sin തീറ്റന്റെ ഇന്റഗ്രൽ മൈനസ് cos തീറ്റയാണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് ആവും. മൈനസ് cos തീറ്റ പ്ലസ് അടുത്ത എന്താണ്? 6 തീറ്റ എന്ന് വരും അല്ലേ? ഇത് 0 to 2π എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യാൻ ആൻസർ കൊടുക്കുമ്പോ 18/3 sin 2π minus 32/3 cos 2π plus 6 into 2π എന്ന് വരും അല്ലേ? ഈക്വൽ ടു ഇവിടെ എന്താണ്? sin 2π. sin 2π എന്താണ്? 0 ആണ്. cos 2π 0 ആണ്. അപ്പൊ എന്തൊരു 6 into 2 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 12π എന്ന് വരും. അപ്പൊ ഇത് എന്താ കിട്ടുന്നത്? 12π അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore integral over c f dot dr is equal to double integral over s curl f dot n ds equal to 12π ആണ്. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? then Stokes theorem